ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ഡിഷായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസും കോഴിമുട്ടയൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു വലിയ ഉള്ളി ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ വേണ്ടത് നമുക്ക് കോഴിമുട്ടയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ 2 എടുത്തിട്ടുണ്ട്. 2 ആവശ്യം വരില്ല, ചിലപ്പോൾ ഒരു കോഴിമുട്ട തന്നെ മതിയാവും. നമുക്ക് നോക്കിയിട്ട് 2 വേണമെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 മതി. പിന്നെ നമ്മുടെ മെയിൻ താരം നമ്മുടെ ഗ്രീൻ പീസ് ഇത് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ്. ഉപ്പിട്ട് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിരിക്കുകയാണ് ഈ ഗ്രീൻ പീസിൽ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഓയിലും. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സാധാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഫസ്റ്റ് തന്നെ അവിടെ സബോളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, നമ്മുടെ സവോള വേഗം താളി വരാൻ വേണ്ടിയിട്ടാണ്, വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടത് വാട്ടി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. എന്നിട്ട് കാണിക്കാം. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് താളിയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഞാൻ നല്ലൊരു പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി തക്കാളി ഇട്ടിട്ട് നമുക്ക് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ വഴറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. നമ്മൾ കുരുമുളക് പൊടി ഇതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഒന്ന് സൈഡിലേക്ക് കുറച്ച് നീക്കി വെച്ചെടുക്കാം. പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു കോഴിമുട്ട ചേർത്ത് നോക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ 2 കോഴിമുട്ട ചേർക്കുള്ളൂ. ഫസ്റ്റ് ഞാൻ അവിടെ ഒരു കോഴിമുട്ടയാണ് ചേർക്കുന്നത്. ഒരു കോഴിമുട്ട ചേർത്തു. ഇനി ആ കോഴിമുട്ടയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഓക്കെ, കുറച്ചൊരു പിഞ്ച് മതി, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതാ ഇതേപോലെ മിക്സ് ചെയ്ത് ഇനി നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോഴിമുട്ട ആയതിനു ശേഷം നമ്മുടെ ഈ മസാലയും കൂടി വെച്ച് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഗ്രീൻ പീസ് കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് ആ മസാല നമ്മൾ ഗ്രീൻ പീസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടും. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്യട്ടെ. ഞാൻ അവിടെ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ സെർവിങ് ഡിഷിലേക്കൊക്കെ മാറ്റി ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ മേലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കൂടെ കഴിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനേക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതെല്ലാവരും വെയിറ്റ് ചെയ്യുക. അതെല്ലാവർക്കും ബൈ ബൈ.